الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം സമൂഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഖൈർ ഉമ്മത്ത് എന്നാണ്, ഉത്തമ സമൂഹം എന്നാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച എഴുന്നേൽപ്പിച്ച ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്ന്. അപ്പോൾ ആ ഉത്തമം, ആ ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. നമ്മുമായി സഹവസിക്കുന്ന ആളുകൾ, അത് ബിസിനസ് രംഗത്താണെങ്കിലും മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലാണെങ്കിലും കുടുംബ രംഗങ്ങളിലാണെങ്കിലും ഒരു മുഅ്മിനിന്റെ ഗുണം കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ജീവിക്കാൻ കഴിയാതെ ശത്രുക്കളുടെ ഉപദ്രവം കൂടി വന്നപ്പോൾ അദ്ദേഹം ഹിജറ പോകാനായിട്ട് ഒരുങ്ങി. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് കഅബ അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ ചോദിച്ചു, അബൂബക്കർ താങ്കൾ എവിടേക്കുള്ള യാത്രയിലാണല്ലോ? അബൂബക്കർ പറഞ്ഞു, ഞാൻ ഈ നാട് കൊണ്ട് പോവുകയാണ്, ഇവിടെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, താങ്കൾ ഈ നാട് വിട്ട് പോകരുത്, ഈ നാടിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ ആവശ്യം.
നിങ്ങൾ അഗതികളെയും അനാഥകളെയും വിധവകളെയും സഹായിക്കുന്നവരാണ്, കുടുംബബന്ധം ചേർക്കുന്നവരാണ്, എല്ലാവരോടും സ്നേഹവും തണലുമായിരുന്നവനാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളെ നാട് വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയുകയാണ്. നിങ്ങളെ ആരെതിർത്താലും ഞാനും എന്റെ ഗോത്രവും നിങ്ങളുടെ സംരക്ഷണത്തിനുണ്ടാവും എന്ന് പറഞ്ഞ മുസ്ലിമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ വന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗോത്രവും പ്രൊട്ടക്ഷൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകണം. ഇതാണ് ഒരു മുസ്ലിമിന്റെ ചിത്രം. ഒരു നാട്ടിൽ ഒരു മുസ്ലിം അങ്ങനെയാകണം. ഒരു മുസ്ലിമിന്റെ അതുകൊണ്ട് തന്നെ മക്കയിൽ മദീനയിലൊക്കെ മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് സ്ഥലത്തിന് വില കൂടുതലാണ്. കാരണം അവിടെ എന്റെ അയൽവാസി മുസ്ലിമാണ് എന്നതുകൊണ്ട് സ്ഥലത്തിന്റെ വില കൂടുതലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കും. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഒരു ട്രെൻഡല്ല പറയും. മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് സ്ഥലത്തിന് വില കൂടുതലാണ്. മുസ്ലിങ്ങൾ താമസിക്കുന്നവർ താമസിച്ചവർ അമുസ്ലിം പിന്നെ ഒരിക്കലും അവിടുന്ന് പോകാൻ ഇഷ്ടപ്പെടില്ലാത്ത ഇതാണ് ഉണ്ടായിരുന്നത്. ചിത്രം മാറി വരുന്നു, കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം പേരിനെങ്കിലും ഇന്നുണ്ട്. പക്ഷെ അതങ്ങനെ പേരിന് പോരാ, അത് ഗുണത്തിലുണ്ടാവണം. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഗുണമുണ്ടാക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഒരു സ്വഭാവത്തിൽ നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനെ സംബന്ധിച്ചോളം അതൊരു തടവറയാണ്. പരിമിതമായ സ്വാതന്ത്ര്യങ്ങളുള്ള, നിയന്ത്രണങ്ങളുള്ള ഒരു തടവറയാണ്, ഒരു ജയിലറയാണ്. വജന്നത്തുൽ കാഫിർ, അത് നിഷേധികൾക്ക് സ്വർഗമാണ്. അവർക്കൊരു നിയന്ത്രണമോ ഒരു തടസ്സങ്ങളോ ഇല്ലാത്ത സ്വതന്ത്രമായ സ്വർഗമാണ് കാഫിറുകൾ, നിഷേധികൾ. മുഅ്മിനുകളെ സംബന്ധിച്ചോളം അത് ചെയ്യില്ല. അത് കാണരുത്, ഇത് കേൾക്കരുത്, തിന്നരുത്, അങ്ങോട്ട് നോക്കരുത്, അവിടെ പോകരുത്, ഇവിടെ മുണ്ടരുത്, ഇത് കൊടുക്കരുത്, ഇത് വാങ്ങരുത്, ഇങ്ങനെ ഒരുപാട് തിന്മകളിൽ നിന്നെല്ലാം തടഞ്ഞുകൊണ്ടുള്ള നന്മയുടെ വഴിയിലേക്ക് മാത്രം തിരിച്ചു വിടുന്ന ഒരു ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗവാസികളും നരകവാസികളും സമമല്ല. അത് സമമായാൽ സ്വർഗ്ഗവാസികളാവില്ല. സംസാരത്തിൽ ഒരു സ്വർഗ്ഗവാസിയുടെ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവും. വൃത്തികെട്ട ഭാഷയോ കോപമോ വൈകാരികമായ സംസാരങ്ങളോ കുത്തുവാക്കുകളോ പരിഹാസങ്ങളോ ഒന്നും ഒരു മുഅ്മിന്റെ സംസാരത്തിൽ ഉണ്ടാവില്ല. അതുപോലെ അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഒരു മുഅ്മിൻ വ്യത്യാസമായി പാല് വെള്ളവും വേർതിരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കും എന്നാണ്. പക്ഷെ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അവർ മനസ്സിലാക്കേണ്ടുന്ന എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും പരലോകത്തിൽ നിന്നും അകലുന്നത് എപ്പോഴും ഭയപ്പെടണം. മനസ്സിൽ നിന്ന് പടച്ചവന് ഓർമ്മയില്ലാതെ, പരലോകത്തെ ഓർമ്മയില്ലാതെ ഉള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഭയപ്പെടേണ്ടതുണ്ട്. അതുപോലെ നരകത്തിലേക്ക് അടുക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകലുന്നതുമായ കർമ്മങ്ങൾ ജീവിതത്തിൽ അധികരിക്കുന്നത് ശ്രദ്ധിക്കണം, ഭയപ്പെടണം. നന്മ ചെയ്യാൻ അവസരം കിട്ടണില്ല, തിന്മകളാണ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ശ്രദ്ധ വേണം. എന്റെ ജീവിതത്തിൽ, എന്റെ കർമ്മങ്ങളിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ ഞാൻ കൂടുതൽ ചെയ്യുന്നത്, അതോ നരകത്തിലേക്കുള്ള വീട്ടിലാണോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഭയപ്പെടുന്ന കാര്യമാണ്, ഞാൻ നേടിയെടുത്ത എന്റെ പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ചെയ്ത എന്റെ ഉംറ, എന്റെ ഹജ്ജ്, എന്റെ സദഖകൾ, എന്റെ ഇബാദത്തുകളൊക്കെ നഷ്ടപ്പെടുന്ന ജീവിതം ഉണ്ടാകുന്നുണ്ടോ എന്ന് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് താക്കീത് ചെയ്യുന്നു,
യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയല്ല. അഥവാ കർമ്മങ്ങളിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള അനുസരണം ഇല്ലെങ്കിൽ അത് ബാക്കിലാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് റസൂലിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ അത് ബാത്തിലാണ്, നിഷ്ഫലമാണ് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഈ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിൽ ചിലപ്പെട്ട കാര്യങ്ങളാണ് വിനോദങ്ങൾ, കളികൾ, തമാശകൾ, അല്ലെ? കളികളോടും വിനോദങ്ങളോടും താല്പര്യമുള്ളവരാണ് മനുഷ്യർ. ഇസ്ലാം അതുകൊണ്ട് തന്നെ അതിന് ഒരു പരിധി വരെ ഒരു നിയന്ത്രണത്തോടുകൂടി അനുവാദം കൊടുക്കുന്നുമുണ്ട്. കളികൾ തീരെ വിലക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നാട്ടിലുണ്ടായിരുന്ന നല്ല കളികളെല്ലാം കളിച്ചിരുന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉള്ള ഓട്ട മത്സരങ്ങൾ, ഒട്ടക റേസിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങൾ, നീന്തല്, ഗുസ്തി മത്സരങ്ങൾ, ഇതെല്ലാം റസൂൽ ഇഷ്ടപ്പെടുകയും അത് സ്വഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനേക്കാൾ ആരോഗ്യമുള്ളവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യായാമം മുറകളൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്നത്തെ മക്കയിലെ ഖുറൈശികളിൽ ജസീറത്തുൽ അറബിൽ, ആ ഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ കുസ്തിക്കാരനായിരുന്നു റുഖാന എന്ന് പറയുന്ന ഒരു മല്ലൻ. അദ്ദേഹവുമായി നബി കുസ്തി പിടിച്ചിട്ടുണ്ട്. നബി അദ്ദേഹത്തെ പല പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖാന അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുസ്തി വീരനൊന്നുമില്ല, പക്ഷെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നിലധികം തവണ റുഖാനയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോൽപ്പിച്ചതായി ഹദീസുകൾ ചരിത്രത്തിൽ കാണാൻ. മക്ക ഫത്ഹിൽ റുഖാന ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. റുഖാന പറഞ്ഞത്, എന്നെ തോൽപ്പിച്ചാൽ ഞാൻ മുസ്ലിം ആകാമെന്നാണ്. പക്ഷെ പല പ്രാവശ്യം തോൽപ്പിച്ചിട്ടും റുഖാന മുസ്ലിം ആയില്ല. പിന്നെ മക്ക വിജയത്തിന്റെ അന്നാണ് റുഖാന മുസ്ലിം ആകുന്നത്. അപ്പോ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമായ കായികമായ കലകൾക്കും കളികൾക്കും വിനോദങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അനുവാദം നൽകുകയും അതിൽ പങ്കുകൊള്ളുകയും സ്വഹാബത്ത് അതിൽ പങ്കെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന്റെ സന്ദർഭം, ഫുട്ബോൾ കളിക്കൽ ഹറാമല്ല, ഫുട്ബോൾ കാണലും ഹറാമല്ല. അതുപോലെ തന്നെ ചെസ്സോ അല്ലെങ്കിൽ ക്യാരംസോ അങ്ങനെയുള്ള ബുദ്ധിയോ ശാരീരികമായോ ഗുണങ്ങളുള്ള ഏത് ഗെയിമുകളും ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷെ കളികൾ എന്തിനാ കളി? മനുഷ്യന് തിരക്ക് പിടിച്ച ടെൻഷൻ അടിച്ച ജീവിതത്തിൽ അല്പം റിലാക്സേഷൻ കിട്ടാനാണ് കളി. പക്ഷേ ജീവിതം മറന്നുള്ള കളിയാണ് ഇസ്ലാം എതിർക്കുന്നത്. ഉത്തരവാദിത്തങ്ങളും അതുപോലെ വിവാദത്തുകളും നഷ്ടപ്പെടുന്ന രൂപത്തിൽ, ആരോഗ്യം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള കളികളും വിനോദങ്ങളും ഹലാലായ കളി തന്നെ ആ സന്ദർഭത്തിൽ ഹറാമായി മാറും. ഫുട്ബോൾ കാണലും കളിക്കലും ഹലാലാണെങ്കിൽ അത് സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലായാൽ അത് ഹറാമായി. ഉറക്കമൊഴിച്ചുകൊണ്ട് കൊളസ്ട്രോളും ബിപിയും ഷുഗറും ഒക്കെ വാല്യുവേഷൻ ഉണ്ടായി രോഗിയാവുന്ന രൂപത്തിലുള്ള കളി കാണലും കേൾക്കലും അതുപോലെ ആസ്വദിക്കലും ഹറാമാണ്. ഇവിടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാം വിനോദങ്ങൾക്കെതിരില്ല. പക്ഷേ ഇസ്ലാം വിലക്കുന്നത് വിനോദത്തിന്റെ മാത്രമാണ്. അത് ജീവിതത്തെയും നന്മയെയും ബാധിക്കരുത് എന്നാണ്. അത്തരം ആളുകളെ കുറിച്ച് പറയുന്നു, ومن الناس من يشتري لهو الحديث ليضل عن سبيل الله.
ജനങ്ങളിൽ ചില ആളുകളുണ്ട് വിനോദങ്ങൾ വാങ്ങുന്ന ആളുകൾ. എന്തിനു വേണ്ടി? അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതിന് വേണ്ടി. അള്ളാഹുന്റെ മാർഗം തടയുന്ന വിനോദങ്ങൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. യാതൊരു അറിവുമില്ലാത്ത ആളുകൾ അവരതിനു വേണ്ടി ബാധിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ദീനിനെ വെറും തമാശയായി പരിഹാസമായിട്ട് എടുക്കുന്നവരാണത്. എന്നിട്ട് ഇങ്ങനെ പറയും, ഇസ്ലാം ഒന്നിന് സമ്മതിക്കുക, എല്ലാത്തിനെതിരാണ്. ഇസ്ലാം ഉണ്ടായത് അല്ലെ? ഒരു സാധു ഇവിടെ നിന്നും വലപ്പോകാതായപ്പോ ലണ്ടനിൽ പോയി പറഞ്ഞിരിക്കാം, ഖുർആനെ പറ്റി കേട്ടിട്ടുണ്ടാവും ദിവസം പോലെ. അവസാനം ആകെ വഷളായി അല്ലെ? അള്ളാന്റെ ദീനിനെ ഒരു കളിക്കുന്നവർ അള്ളാഹു വഷളാക്കും. ബുദ്ധിയുള്ളവർക്ക് ആർക്കും ഇസ്ലാമിനോട് താത്വികമായിട്ട് എതിർക്കാൻ കഴിയില്ല. പിന്നെ അന്ധമായ വിരോധം കൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികളൊക്കെ പോയി കാണിക്കും അല്ലെ? അപ്പോൾ പറഞ്ഞു വന്നത്, അവർ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ദീനെന്ന് പറഞ്ഞാൽ, വിശ്വാസവും സംസ്കാരവും എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്, പരിഹാസമാണ്. അവർക്ക് വളരെ അപമാനകരമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുള്ളത്. ലഹുൽ ഹദീസ് എന്നാണ് ഖുർആനിൽ പറയുന്നത്. എന്താ ലഹുൽ ഹദീസ്? മുഫസ്സിറുകൾ പറയുന്നു, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, വമാ യദുറു വലാ യൻഫഉ, യാതൊരു ഉപകാരമില്ലാത്ത, ഉപദ്രവമുള്ള അല്ലെങ്കിൽ ഉപകാരവും ഉപദ്രവമില്ലാത്ത കാര്യങ്ങളെയാണ് ലഹു എന്ന് പറയുക. അപ്പോൾ ആ ലഹുവിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം നടത്താൻ പാടില്ല. ഇതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അമിതമായ സമയം പാഴാക്കുക. അമിതമായി സമയം പാഴാക്കുന്ന ഇതെല്ലാം ലഹുവിൽ പെടും. നേരത്തെ പറഞ്ഞു, കളി റിലാക്സേഷനാണ്. കളി കൊണ്ട് ജീവിതം തകരാനും ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടാനും കാരണമായ അത് ലഹുവായി. അമിതമായ സമയം അതിനു വേണ്ടി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു നോക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച കൊണ്ട് എത്ര വേഗ സമയം പോയി. ഒരാഴ്ച റസൂലുള്ളാഹി പറയേണ്ട അവസാനമായ മിന്നൽ വേഗതയിൽ സമയം പോകുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ഇതിനിടയിൽ അമിതമായ സമയം നാം കളിതമാശകൾക്ക് കൊടുത്താൽ അത് സകല നന്മകളും നഷ്ടപ്പെടുത്തും. കളി രാത്രി വളരെ വൈകിയും കളി കൊണ്ട് സുബ്ഹി നമസ്കരിക്കാതെ രാവിലെ കിടന്നുറങ്ങുന്ന ആളുകൾ, അതേപോലെ അതുകൊണ്ട് മറ്റു പല രോഗങ്ങളും പിടിപെടുന്ന ആളുകള്. രണ്ടാമതായി അമിതമായ ആസക്തിയും സമയം പാഴാക്കലും അത് ലഹുവിൽ ഉൾപ്പെടുന്നതാണ്. വളരെ വിലപ്പെട്ട സമയം അത് നമ്മൾ ഒരുപാട് അതിനു വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. 24 മണിക്കൂറും അതിന്റെ പിന്നാലെയാവരുത്. അത് കേവലമായ കളി സമയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മണിക്കൂറുകളോളം കളിയും പിന്നീട് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും പിന്നീട് തർക്കങ്ങളും അടിയും പ്രയാസങ്ങളും പിണക്കങ്ങളും, ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സന്നിധികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധികം ആളുകളും മറന്നുപോകുന്ന അള്ളാഹുവിന്റെ 2 അനുഗ്രഹങ്ങളുണ്ട്. അസ്സുഹ്ഹത്തു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യവും 2 ഒഴിവ് സമയവുമാണ്. ആരോഗ്യവും ഒഴിവ് സമയവും നാം ഉപയോഗിക്കേണ്ടത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ്. സമ്പത്ത് ചെലവഴിക്കേണ്ടത്, അത് ആരോഗ്യം ചെലവഴിക്കേണ്ടത്. അതല്ലാതെ യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന അപകടങ്ങൾ താരാരാധന അല്ലേ? പാപ്പാനെക്കാളും ആരെങ്കിലും അവന്റെ ഹീറോനെ പറ്റി പറഞ്ഞത് വാർത്തകൾ നോക്കൂല, പറയുന്ന വർത്തമാനങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഭ്രാന്തങ്ങോട്ട് കേറിയിട്ട് എന്താണ് ആ മുഖത്ത് മാറിയിട്ട് അവനെ പറഞ്ഞാലുണ്ടല്ലോ, ആ ടീമിനെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ടീമിനെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഭ്രാന്തമായ ആരാധന ഒന്നിനോട് ഉണ്ടാകാൻ പാടില്ല.
കളിയെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതല്ലാതെ അതിന്റെ പേരുള്ള ആ വ്യക്തികളെയല്ല. അല്ലെ? അതിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ടാവും, വ്യഭിചരിക്കുന്നവരുണ്ടാവും, ശുദ്ധി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കരുത്. ആ വ്യക്തിയല്ല സ്നേഹം. നമുക്ക് ആര് കളിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് തുല്യ വികാരമാകണം. കാരണം നന്നായി ആ കളിയെ സ്നേഹിക്കുക, നന്നായി കളിക്കുന്ന ആ കളിയെ സ്നേഹിക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ചില വ്യക്തികളെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെ സമ്പത്ത് ചെലവഴിക്കുക അനാവശ്യമായിട്ട്. അത് എന്നിട്ട് ആ വ്യക്തിയെ പോലാവുക. ആ വ്യക്തി എങ്ങനെ മുടി വെട്ടിയത് അതേപോലെ വെട്ടുക. അധിക കളിക്കാരിലും ഉണ്ടാകുന്ന ഒരു ഫാഷൻ ഹറാമിക്ക് തലയുടെ ഏതെങ്കിലും ചില ഭാഗം മാത്രം മുടി വെട്ടിയിട്ട് മറ്റു ഭാഗം വളർത്തി നിർത്തുക. ഇത് കസ എന്നാ പറയാ. റസൂലുള്ളാഹി പറയുകയും നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസഇ വിരോധിച്ചു. വൽ ഖസഉ എന്ന് പറഞ്ഞാൽ തലയുടെ ചില ഭാഗം ചെറുതായി വെട്ടുക, ചില ഭാഗം ചെറുതാക്കുക. മുടി പറ്റ വെട്ടിയിട്ട് മണ്ട കാണുന്നത് പോലെ അതിനെ ചെറുതാക്കുക. അതിനെ ഖസ എന്ന് പറയാം. ഒഴിച്ചെടുത്ത ഭാഗം മറ്റുള്ള ഭാഗം അങ്ങനെ വിടുകയും ചെയ്യാം. ചിലർ തല നോക്കിയ കോഴിന്റെ ചൂട്ടുപോലെ, അല്ലെ, ചിലത് എലി കടിച്ചതുപോലെ, അങ്ങനെ പല കോലത്തിലും ആക്കിയിട്ട് എന്ത് ചെയ്യാം, തലയിലെ മുടി മാറ്റാം. ഇത് ഈ കളിക്കാർ എങ്ങനെയാണോ ആ അമിതമായ ആരാധന കാരണം അങ്ങനെ ആക്കുന്നുണ്ട്. എന്നിട്ട് നിസ്കരിക്കാൻ വന്ന അങ്ങനെ ഉണ്ടാവും. അള്ളാന്റെ റസൂൽ ഹറാമാക്കി ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കണം വന്നിട്ട് എങ്ങനെ ഉണ്ടാവും ആ നിസ്കാരം, എങ്ങനെ ഉണ്ടാവും ആ പ്രാർത്ഥന? അപ്പോൾ അത് ഈ കളിയിൽ വരുന്ന അപകടമാണ്. അങ്ങനെ ഉള്ള അപകടമാകാൻ അതിലേക്ക് ഒരു മുൻപിലൊരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലെ, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരുടെ പോലെ മുടി വെട്ടി കൊടുക്കുക, ഓരത്തിലാക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച ഹറാമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ തൂർത്തും ദുർവയും ഇതിന്റെ പേരുണ്ട്, അല്ലെ. ലക്ഷക്കണക്കിന് രൂപ ചെലവായ കട്ടൗട്ടുകൾ വെച്ച് കേരളത്തിൽ. തമിഴ്നാട്ടിലെ ഭ്രാന്തം അധികം കാണാനില്ല, കേരളത്തിലാണ് ഭ്രാന്തം പോയത്, അല്ലെ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ കട്ടൗട്ട് മുസ്ലിങ്ങളാണ് വെച്ചിരുന്നത്. ലോകത്തെ ഏറ്റവും, അത് കേരളത്തിൽ എത്ര ലക്ഷം രൂപ ചെലവാ. അവന്റെ കുടുംബത്തിൽ തന്നെ എത്ര എണ്ണം ഫീസ് കൊടുക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാതെ, ഇങ്ങനെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് കഷ്ടപ്പെടുന്നവരുണ്ടാവും അവന്റെ സമൂഹത്തിൽ. എന്താണ് അതുകൊണ്ട് കാര്യം? എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? അതാണ് സ്വർഗവാസികളും നരകവാസികളും ഒരുപോലെയല്ല. നരകവാസികൾക്ക് എന്തുമാവാം, എന്നാൽ സ്വർഗവാസികൾ ഓരോന്നും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ അടിമ നാളെ പരലോകത്ത് അവന്റെ കർമാനങ്ങൾ നീങ്ങുകയില്ല. അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് കഴിയുന്നവരെ എന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു. അവന്റെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനുവദിച്ച മാർഗത്തിലാണോ സമ്പാദിച്ചത്? അത് എവിടെന്നാണ് നീ നേടിയെടുത്തത്? അത് എങ്ങനെയാ ചെലവഴിച്ചത്? സമ്പത്ത് എന്നത് അള്ളാഹു തരുന്നതാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. അള്ളാഹു പറയുന്ന പോലെ ചെലവഴിച്ചെങ്കിലേ, അള്ളാഹ് പറയുന്നത് പോലെ വിനിയോഗിച്ചെങ്കിലേ നമുക്ക് സ്വർഗം നേടാൻ കഴിയും. അപ്പൊ ഒരു മുമ്പിന്റെ സമ്പത്ത് ചെലവഴിക്കുമ്പോ കണക്ക് ബോധ്യപ്പെടുത്തണം അള്ളാഹിന്റെ അടുക്കല്. പറയാൻ പറ്റുമോ ഞാൻ എത്ര ലക്ഷം രൂപ കട്ടൗട്ട് വെച്ച് പോയി പഠിച്ചോനെ റബ്ബിനോട്? അതുകൊണ്ട് അതാ പറഞ്ഞ മുഅ്മിനും സ്വർഗവാസികളും നരകവാസികളും തുല്യമല്ല. നരകവാസികളെ പോലെ സ്വർഗവാസികൾ പെരുമാറരുത്. നിങ്ങൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല, അമിതമായി അനാവശ്യ ചെലവ് ചെയ്യരുത്. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്ന ആളുകള് പിശാചിന്റെ സഹോദരങ്ങളാണ്. ശൈത്താനാവട്ടെ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവരുമാണ്, നിഷേധിയാണ്. അപ്പോൾ ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകള് നാളെ പരലോകത്തെത്തുമ്പോ ഒപ്പം തോളോട് ചേർന്ന് നിൽക്കാൻ ശൈത്താൻ ഉണ്ടാവും. അവനെ എവിടേക്ക് കൊണ്ടുപോവുക?
ശൈത്താൻ എവിടേക്ക് കൊണ്ടുപോവാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, അത് യുവാക്കളെ, നമ്മുടെ മുസ്ലിങ്ങളാ. നേരത്തെ ഞാൻ പറഞ്ഞു, ഇസ്ലാം കളിക്കും വിനോദത്തിനും എതിരല്ല. പക്ഷെ അതിലുള്ള തിന്മകളെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഹറമ അലൈക്കും, തീർച്ചയായും റബ്ബ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിശുദ്ധമാക്കിയിരിക്കുന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങളാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അതിനുള്ള അപകടമെന്നാണ് ശബ്ദം, അമിതമായ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക. കളിയുടെ പേരിൽ ഓരോ ഗ്രാമങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും പാതിരാത്രി പടക്കം പൊട്ടിക്കുക, വിളിച്ചു പോവുക, നിലവിളിക്കുക, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ പ്രകടനങ്ങൾ നടത്തുക, ജനങ്ങൾക്ക് സമൂഹത്തിന് പ്രയാസകരമായ രൂപത്തിൽ ഈ കളിയെ ആസ്വദിക്കുന്ന ഒരു ട്രെൻഡ് കൂടി വരിക. ഒന്നും മിണ്ടാണ്ട് വരത്തില്ല, മിണ്ടി അടി കിട്ടും. ആ അവസ്ഥയിലേക്കുള്ള സമൂഹം അതിൽ ഏറ്റവും മുന്നിൽ മുസ്ലിങ്ങളാണ്. അവരെ അപ്പൊ പറയുന്നത് ഓരെ മറ്റേ ടീമിന്റെ ആളായിരിക്കും, അതാണ് ഇഷ്ടമില്ലാത്തത്. ഇങ്ങനെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അമിതമായ ആഘോഷങ്ങളോ ആഹ്ലാദങ്ങളോ അനാവശ്യ പൊട്ടിച്ചിരികളോ പബ്ലിക് ന്യൂസസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാദ്യമേളങ്ങളോ അല്ലെങ്കിൽ പടക്കങ്ങളോ ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമില്ല. കളിയുടെ പേരിൽ അതൊക്കെ അത് ഹറാമായ കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. ഏതുവരെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ. ഓ വിശ്വാസികളെ, റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. ഇതിന്റെ തഫ്സീർ പറയുന്നത്, ഇത് റസൂലയോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, എവിടെ സംസാരിക്കുമ്പോഴും ഒരു മുഅ്മിൻ ശബ്ദം മിതമായിട്ടാകണം. അട്ടഹസിച്ച് സംസാരിക്കാൻ, നിലവിളിക്കാൻ പാടില്ല. എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാത്ത രൂപത്തിൽ സ്വകാര്യം പറയാൻ പാടില്ല. മൃദുമായ രൂപത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഇതാണ് മൈസർ വരുന്നത്. എന്താ മൈസർ? ചൂതാട്ടം, അല്ലെ? വെറ്റിരിക്കാൻ. ഈ വേൾഡ് കപ്പിന്റെ കഴിയുമ്പോഴത്തേക്ക് എത്ര കോടികളെ ബെറ്റിൽ പോവുക, അല്ലെ? പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബെറ്റ് വെക്കലുകൾ ഇതിൽ നടക്കുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ബെറ്റ് വെക്കുക, അങ്ങനെ പൈസ ചെലവാക്കുക, അത് ചൂതാട്ടമായിട്ടാണ്. തീർച്ചയായും മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രശ്നം നോക്കുന്ന സംഗതികളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പിശാചിന്റെ ചില പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ലോകസിദ്ധാവായ നാഥനെയല്ലാതെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പറച്ചവരെയല്ലാതെ ആരാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ അറിയാനുള്ള ജ്യോത്സ്യം, അതുപോലെ തന്നെ കള്ള്, അതുപോലെ ചൂതാട്ടം, ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വിട്ടഴിക്കപ്പെടുന്ന ഈ കളികൾ നടക്കുമ്പോൾ കള്ളി കുടിക്കുന്ന രംഗങ്ങള്, അത് പ്രചരിപ്പിക്കുന്ന രംഗങ്ങള്, അത് കുടിച്ചുകൊണ്ട് ഗാലറികളിൽ ആനന്ദ നൃത്തമാടുന്ന രീതികള്, സ്ത്രീകൾ അർദ്ധനഗ്നരായി ഡാൻസ് ചെയ്യുന്ന രീതികള്, ഇതൊന്നും കളിയുടെ ഭാഗമല്ല. ഇതൊക്കെ പൈശാചികതയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല, അതിൽ മുഴുകാൻ പാടില്ല. തർക്കങ്ങളും ശത്രുതയും ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ പേരിൽ വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം? കളിക്ക് വേണ്ടിയാവണം. കളി കഴിഞ്ഞാലും വിശ്വാസികള് പരസ്പരമുള്ള ബന്ധങ്ങളോ അതുപോലെയുള്ള നന്മകളോ നഷ്ടപ്പെടുത്താൻ പാടില്ല. തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് എപ്പോഴും വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്, അവര് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ലഘുവിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളാണ് എന്നാണ്. അവര് നീചമായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരല്ല.
അത് ഇഷ്ടമല്ലെങ്കിലും അത് കാണാൻ പോകുക, അല്ലെങ്കിൽ അതിന് സാക്ഷികളാവുന്ന ആളുകളിലെല്ലാം അവർ മാന്യമായ രൂപത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സർട്ടിഫൈ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ രൂപത്തിലാണ് നാം കാര്യങ്ങളെ കാണുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത എല്ലാത്തിനും വിട്ടു നിൽക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ മുത്തഖികളായ മുസ്ലിമായി മാത്രം ഈ ലോകത്ത് നിന്ന് വിടപെടുന്നേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തിനോടുപോലെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. റബ്ബ് തആല നമ്മോട് പറയുകയാണ്, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീന. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുനിയാവിലെ ജീവിതം ചില കളികളും തമാശകളും ചില ആഡംബരങ്ങളും മാത്രമാണ്. സ്വത്തിന്റെ പേരിലും മക്കളുടെ പേരിലും നിങ്ങളുടെ വീമ്പ് പറച്ചിലുകൾ പൊങ്ങച്ചം പറച്ചിലുമല്ലാതെ ഈ ദുനിയാവിൽ മറ്റെന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഏതുപോലെ ഒരു കൃഷിയെ പോലെ. എന്താണ് ആ കൃഷി? ഉടങ്ങി ഗംഭീരി കിടക്കുന്ന ഭൂമിയിൽ വിത്തിട്ടുകൊണ്ട് വെള്ളം കളിച്ചാൽ ആ ചെടികൾ ഇങ്ങനെ മുളച്ചു വരുമ്പോ ആ കർഷകൻ കാണുമ്പോ വലിയ സന്തോഷമാകുന്നു, അത്ഭുതമാകുന്നു എന്നതുപോലെ. എന്നാൽ അതിങ്ങനെ വന്ന് വളർന്ന് പുഷ്പിച്ച് കായ്ച്ച് അതിങ്ങനെ നിൽക്കുമ്പോ വലിയ സന്തോഷമാണ്. നമ്മുടെ മക്കൾ പഠിച്ച് സ്വദേശത്തും വിദേശത്തും പോയി ഡോളറുകളും ദീനാറുകളും ദിർഹമുകളും ഇങ്ങനെ സമ്പാദിച്ചു കിട്ടുമ്പോ അവര് വന്നിങ്ങനെ മണിമാളികൾ പണിതീരുമ്പോ അത്യാധുനികമായ വാഹനങ്ങൾ വാങ്ങി നമ്മളെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടു പോകുമ്പോ വല്ലാത്ത സുഖമാണ്, സന്തോഷമാണ് സഹോദര. എന്നാൽ അതേ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, വാഹനത്തിൽ കയറി കൈവീശി പോകുമ്പോ ഒന്ന് റൂമിൽ നിന്ന് പുറത്തു വന്നിട്ടൊന്നും നോക്കാൻ കഴിയാതെ കട്ടിലിൽ അമരുന്ന ഒരു നാളെ നമുക്ക് വരാനുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ സ്വന്തം ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പോലും ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അങ്ങനെയുള്ള ജീവിതത്തിന്റെ ആരോഗ്യവും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെടുന്ന വാർത്തയിലും നമുക്ക് വരാനുണ്ട്. നശ്വരമാണ് ജീവിതം, നൈമിഷികമാണ്. ഏത് നിമിഷവും ആരോഗ്യം നഷ്ടപ്പെടാം, ഏത് നിമിഷവും മരണത്തിൽ പോകുന്ന അനുസരാൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാം. ആ സമയത്ത് ഈ നിമിഷമായ ജീവിതം വിട്ടുകൊണ്ട് നമ്മളും പോകേണ്ടവരാണ്. ശാശ്വതമായ പരലോകമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. എന്നിട്ടൊന്ന് പറഞ്ഞു, ഉടങ്ങിയ വൈക്കോല് പോലെയായി മാറുന്നു ജീവിതം. ഈ സുഖങ്ങളും സൗകര്യങ്ങളും മക്കളും സമ്പത്തുമെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അതിന്റെ പേരിൽ നന്മകൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ അത് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പരലോകത്തിൽ കഠിനമായ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ലഭിച്ചപ്പോഴും പടച്ചുള്ള ഇബാദത്തുകൾ ഒഴിവാക്കാതെ സദഖയും സദഖാത്തും വർദ്ധിപ്പിച്ചുകൊണ്ട്, ഹജ്ജും ഉംറയും വർദ്ധിപ്പിച്ചുകൊണ്ട്, പാവപ്പെട്ടവരോട് പ്രയാസപ്പെടുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ടൊരു ജീവിതമാണ് നിങ്ങൾ നയിച്ചതെങ്കിൽ, പള്ളിയിൽ സജീവമായിരുന്നുവെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ സംതൃപ്തിയുമാണ്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങൾ മനസ്സിലാക്കണേ, ദുനിയാവിലെ ജീവിതം എന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് ദുനിയാവ്. ഒരാൾക്ക് ഒരിക്കലും സംതൃപ്തിപ്പെട്ടുകൊണ്ട് കിടന്ന് മരിച്ചു പോകാൻ കഴിയില്ല. എനിക്ക് മതി എന്ന ദുനിയാവിന്റെ വിഷയത്തിൽ ഒരാളും പറയില്ല.
വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, ആവശ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി വഞ്ചിതരാകാതെ ആവശ്യമുള്ളത് മാത്രം റബ്ബിനോട് ചോദിക്കുകയും കിട്ടിയതിൽ സംതൃപ്തിപ്പെടുകയും അല്ലാഹുവോട് നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ പാപമോചനവും തൃപ്തിയും കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അനർത്ഥമായ വ്യർത്ഥമായ കാര്യം തമാശയുമാണ്. മനസ്സിലാക്കണേ, പരലോകമാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ ജീവിതമുള്ളത്. അവിടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അതൊന്ന് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിലും റബ്ബ് നമ്മളെ ഉണർത്തുകയാണ്. അതല്ല, ഇങ്ങനെ കളിയും തമാശയുമായി ജീവിതം കളഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് സ്വർഗത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കഴിയുന്ന നരകത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ കാര്യം എന്തേ എന്ന് ചോദിക്കുമ്പോ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം പറയും, ദുനിയാവിൽ ഞങ്ങള് അനാവശ്യ കാര്യങ്ങൾ മുഴുകിയവരോടൊപ്പം കരിതമാശത്തിൽ മുഴുകിയവരോടൊപ്പം ഞങ്ങളതൊന്ന് ചേർന്നു. ജീവിതത്തിന് ഒരു ഗൗരവം കൊടുത്തില്ല, പരലോകത്തിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല. കളിയും തമാശയുമായി കൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിതം കഴിച്ചു. അതാണ് ഇപ്പൊ ഞങ്ങൾ ഈ നരകത്തിൽ ബന്ധപ്പെടാൻ കാര്യമെന്ന് നരകത്തിലുള്ള ആളുകൾ സ്വർഗവാസികളോട് പറയുമെന്ന് നമുക്ക് സൂറത്ത് മുദ്ദസ്സിറിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോ ഓർക്കണം, നമ്മള് എല്ലാ സാഹചര്യങ്ങളിലും ഈമാൻ കൈവിടാതെ പടച്ചവന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്നാണ് നിങ്ങളുടെ വിചാരം? വെറുതെ സൃഷ്ടിച്ച് നിങ്ങൾ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പടച്ചിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ. ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. റബ്ബ് തആല അവിടെ സമാധാനത്തോടെ നിൽക്കുന്നവരിൽ, പടച്ചവനിൽ തലപിടിക്കാതെ പടച്ചവനിൽ സമാധാനത്തോടെ തലയിൽ നിൽക്കുന്ന വിശ്വാസികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് രോഗികൾ രോഗശയ്യകളിൽ അല്ലാഹു അവർക്ക് ആരോഗ്യം ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിട പറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ولا تشرح القلب بالنار، ولا تجعلنا من حطب النار، فانها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.